നമസ്കാരം. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് അറിയാം. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട കേട്ടോ, പിള്ളേർ മൊത്തം നിരത്തി ഇട്ടിരിക്കുകയാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവർ മൊത്തം നിരത്തി പറിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ മൈക്കില്ല കേട്ടോ, അപ്പം സൗണ്ടിൻ്റെ വേരിയേഷൻ എനിക്ക് തോന്നുന്നു അത്ര ഇതായിട്ട് സൗണ്ട് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സാരമില്ല. എൻ്റെ മുഖം കാണുമ്പോൾ എല്ലാവർക്കും അറിയാം, കണ്ണൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനോ വിഷാദമോ ഒക്കെ ഉള്ളതായിട്ടറിയാം. അത് ഇപ്പം ടെൻഷനൊന്നുമില്ല, പക്ഷെ നമ്മൾ എത്ര ആയാലും ഒരു ചെറിയൊരു ഭയം ഉള്ളിൽ കാണും. അപ്പോൾ ആ ഒരു നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു ചെറിയൊരു കാര്യം എനിക്കും ഉണ്ടായി. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചാണ്. അതിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം വേറൊന്നുമല്ല, നിങ്ങൾ കണ്ട പോലെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എനിക്കും ഒരു ചെറിയൊരു പണി കിട്ടി. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷമായി കേട്ടോ ഞാൻ എനിക്കിത് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് +2 കഴിഞ്ഞതിന് ശേഷം ഇത് എറണാകുളത്ത് കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ പോലും എനിക്ക് ഫോണില്ല. ഫസ്റ്റ് ടൈമിൽ പോലും എനിക്ക് ഫോണില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ഫോണുണ്ട്. അതായത് +2 കാലം തൊട്ട് ഫോണുണ്ട്, പക്ഷെ അന്ന് ഫോണില്ല. ഞാനൊരു അത് കഴിഞ്ഞൊരു 1-2 വർഷം കഴിഞ്ഞത്, ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഫസ്റ്റ് സെക്കൻഡ് സെം ആയപ്പോൾ തൊട്ടാണ് നമുക്ക് വീട്ടിലോട്ട് വിളിക്കണമെങ്കിലൊക്കെ അപൂർവം ആരോടെങ്കിലും നമ്മളൊന്ന് ഇരക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പം ആണ് എനിക്ക് ഇതിനോടും വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട് കേട്ടോ, യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെ അച്ഛൻ എനിക്ക് ഫസ്റ്റ് എടുത്തിരുന്ന സിമ്മാണ് ഇപ്പോഴും എൻ്റെ ഫോണിൽ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴും. ഇപ്പോൾ ഇത്രയും വർഷമായി ഞാൻ അതായത് അന്ന് തൊട്ട് അന്ന് തൊട്ട് ഈ ഒരു എനിക്ക് 2 കുഞ്ഞുങ്ങളായി. മൂത്താൾ 7-ലായി, ഇളയാൾ 5-ലുമായി. അങ്ങനെ അത്രയും വർഷമായിട്ട് ഞാൻ ആ സിമ്മാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറ്റുന്നൊരു അബദ്ധവും കൂടിയാണ്. അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചാടുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ കിട്ടിയൊരു സംഭവമാണ് എല്ലാവർക്കും കിട്ടിയതുപോലെ എനിക്കും ഓൺലൈൻ 7 days ആപ്പിൽ നിന്നും ചെറിയൊരു പണി എനിക്കും കിട്ടി. എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരിച്ചുള്ള കാര്യമാണ്. വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് പണി കിട്ടി. എനിക്കൊന്ന് വിഷു ബമ്പറാണ് അടിച്ചത്. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷുവിൻ്റെന്നല്ല, വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്നലത്തെ ദിവസമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്നലത്തെ ദിവസം വലുതായിട്ടില്ല ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. ഒരു വീഡിയോ എന്തോ ഇട്ടിരുന്നേ ഉള്ളൂ. കാരണം മറ്റേ ഞാൻ അങ്ങനെ അല്ലായിരുന്നു, ഞാൻ ശരിക്കും ആക്റ്റീവായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ കുറച്ച് ഇടണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, വിഷുവിനൊരു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും ഇന്നലത്തെ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഇടണം ഒക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സാധിച്ചില്ല. അവിടെ എന്നെ ഒരു ശരിക്കും പറഞ്ഞ ഒരുത്തൻ നശിപ്പിച്ചു. അവർ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം എനിക്കൊരു മെസ്സേജ് വരുവാണ് വാട്സപ്പിൽ. ഇതുപോലെ ലോൺ ആപ്പിൻ്റെ. അപ്പം അത് രാവിലെ അപ്പം ആ ഒരു മെസ്സേജ് വന്നപ്പം കാരണം എനിക്കിങ്ങനെ ഞാൻ കൂടുതൽ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതാദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് എന്ത് പറയണമെന്നുള്ള എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊരു ലാഗ് വരുന്നു. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരികയാണ്. ഒരു പാകിസ്ഥാൻ ഇതാണ് കണ്ടത്. പിന്നെ ഞാൻ ഡീറ്റെയിൽ എടുത്ത് നോക്കിയപ്പോൾ വരികയാണ്, നിങ്ങൾ ഇപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലായിട്ട് നിങ്ങളുടെ ലോൺ എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ലോൺ എമൗണ്ട് അടയ്ക്കാനോ 3500 രൂപ അടയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ കരുതിയത് നമ്മൾ ക്രെഡിറ്റ് ബി ഇല്ലേ, ക്രെഡിറ്റ് ബിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരങ്ങനെയല്ല, അവരുടെ ക്രെഡിറ്റ് ബിയുടെ തന്നെ സൈറ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് അത് ഇന്ന ഡേറ്റ് ആണെങ്കിൽ ആ ഡേറ്റിനൊരു 3 ദിവസം മുമ്പ് റിമൈൻഡർ പോലെ നമുക്ക് മെസ്സേജ് വരുമെന്നേ ഉള്ളൂ. അല്ലാതെ അതൊരു വേറെ രീതിയിൽ അവർ വാട്സപ്പിലോ ഒന്നും അങ്ങനെ ഉണ്ട്. അവരുടെ ഇത് അയക്കാറുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് അയക്കുമെന്നല്ലാതെ ഇങ്ങനൊരു മെസ്സേജ് ഒരു നോർമൽ നമ്പറിൽ നിന്ന് വന്നിട്ടില്ല.
അപ്പോൾ ഞാൻ വെച്ച് ഇത് ലോൺ എവിടെ നിന്നാണ് 3500 രൂപ അടയ്ക്കണം, എങ്ങനെ അടയ്ക്കാം, എന്തിന് ഞാൻ ഈ 3500 രൂപ ലോൺ എമൗണ്ട് അടയ്ക്കണം എന്ന് വേണ്ട, ലോൺ പേ കരോ അപ്പോൾ ഹിന്ദിക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചു വിച്ച് ലോൺ എന്ന് ചോദിച്ചു. അപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ ഇമ്മീഡിയറ്റ്ലി പേ കരോ എന്ന് പറഞ്ഞാൽ അവർ ഷൗട്ട് ചെയ്ത്, നമുക്ക് മെസ്സേജിലും ഷൗട്ടിങ് നമുക്ക് മനസ്സിലാവുള്ളൂ, മെസ്സേജ് അയക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പ്ലീസ് സെൻഡ് മീ മൈ ലോൺ നമ്പർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതായത് നമ്മൾ ഏത് ലോൺ എടുത്തോ ആ ലോണിൻ്റെ നമ്പർ അയച്ചു തരണമല്ലോ, അത് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അവർ അത് അയക്കുന്നില്ല, ലോൺ നമ്പർ അയക്കുന്നില്ല. അവർ അടുത്ത ഇതിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാ ആൾക്കാരുടെയും ഇല്ല, റീസെൻ്റ്ലി നമ്മൾ കുറച്ച് കോണ്ടാക്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ നിങ്ങളുടെ ഫോട്ടോ വെച്ച്, ഫാമിലിക്കുമൊക്കെ നിങ്ങളുടെ ഫോട്ടോ, ന്യൂഡായിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ മറ്റേ ഇത് മോർഫ് ചെയ്ത് ഞങ്ങൾ അയക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി, അപ്പോൾ കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ പാനിക്കായി. ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഞാനൊരു പെണ്ണാണ്, ആണായാലും പെണ്ണായാലും പാനിക്കാവും. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊന്നും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞപ്പം സ്റ്റക്കാനും ജസ്റ്റ് അപ്പോൾ അവിടെ അടുത്ത മെസ്സേജ് അയക്കുക പേ കരോ ഇമ്മീഡിയറ്റ്ലി 10 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ നമുക്ക് സമയം തരുമോ, ഭീഷണിപ്പെടുത്തുക. അപ്പം ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യാമെന്നുള്ളൊരു ഇത് ഞാൻ പറയാം ഓക്കെ യു സെൻഡ് മീ മൈ ലോൺ നമ്പർ എന്ന് ഞാൻ മെസ്സേജ് അയച്ചു. വിച്ച് ലോൺ? അപ്പോൾ അവനെ അയച്ചതെന്ന് എന്താ ഒരു QR കോഡ് അയച്ചു തന്നത്. അപ്പം ഞാൻ യു സെൻഡ് മീ മൈ ലോൺ നമ്പർ എന്ന് വീണ്ടും ഞാൻ അയക്കുകയാണ്. പ്ലീസ് സെൻഡ് മീ എന്ന് പറയാം, നമ്മൾ അങ്ങനെ ആണല്ലോ എന്ന് അയക്കുന്നത്, അല്ല സെൻഡ് മീ എന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചാ എന്ന് പറയണ്ട എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ആദ്യം സർ പ്ലീസ് സെൻഡ് മീ മൈ ലോൺ നമ്പർ എന്നാണ് ഞാൻ അയച്ചത്. ഇതെല്ലാം പക്ഷേ എന്താ ചെയ്യുന്നറിയോ, ഞാൻ അയക്കുന്നതെല്ലാം ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവനുണ്ടല്ലോ എനിക്ക് അയച്ചു തന്നത്, പിന്നീട് അയച്ചു തന്നത് ഒരു ഫോട്ടോയാണ്. ഒരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കത് ഓപ്പൺ ചെയ്യാനൊരു മടിയുണ്ടായിരുന്നു. കാരണം ഇനി ഇവൻ പറഞ്ഞ പോലെ നമ്മുടെ വല്ലതും ഉറപ്പ് ചെയ്താൽ അത് നോക്കിയപ്പം എൻ്റെ ഫോട്ടോ അല്ല, എവിടെയോ വേറെ ആരുടെയോ വേറെ ഒരു ഫോട്ടോ ആണ്, ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു ബോയിൻ്റെ ഉള്ള ഫോട്ടോയാണ്. പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഫോട്ടോയാണ് അയച്ചു തന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അപ്പം അല്ല, അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം കറക്റ്റ് പക്ക AI ആണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ AI യുഗത്തിൽ ഇത് അയച്ചു തന്നാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും. അവനെന്തോ എനിക്കൊന്ന് 18 BC-ലെങ്ങാണ്ട് കിടക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. കണ്ടാൽ തന്നെ അറിയാം അത് AI ആണെന്നുള്ളത്, കണ്ടാൽ അറിയാം. കാരണം അത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, അത് കണ്ടാൽ അറിയാം ഒരു AI ഫോട്ടോയാണ്. AI ഫോട്ടോയുടെ മാത്രമല്ല, അത് ആ ആൾക്കാരല്ല, അവരുടെ ഫേസ് പോലും നമുക്കിപ്പം ഉണ്ടല്ലോ, നമ്മുടെ ഫേസ് ഇത് വെച്ചിട്ട് നമ്മൾ AI ഫോട്ടോ എടുക്കാറുണ്ടല്ലോ, സാരി വെയർ അല്ലെങ്കിൽ അങ്ങനെ കളർ വെച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇത് അതേപോലെ ഫേസ്, അപ്പം നമ്മുടെ ഫേസ് പോലും അല്ല അത് ചിലതിൽ വരുന്നത്, ആ രീതിയിലുള്ള ഒരു AI ഫോട്ടോ മാത്രമായിരുന്നു അത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എനിക്കപ്പം ഞാൻ പിന്നെ ഇങ്ങനെ അവൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നിന്നു. കുറച്ച് നേരം നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് അയച്ചാൽ ശരി, കോണ്ടാക്ട് ലിസ്റ്റ് അല്ലെങ്കിൽ അവൻ നമ്മുടെ നമ്മുടെ അങ്ങനെ ഉണ്ടായിരുന്ന അവൻ എൻ്റെ ഫോട്ടോ വേണം അയച്ചു തരാൻ, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവനറിയാം ഞാൻ ഓൺലൈൻ ഉണ്ടെന്നും അവന് മനസ്സിലാവുമല്ലോ, നമ്മൾ വാട്സാപ്പിൽ എൻ്റെ ഇത്. പക്ഷേ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ മൈ കോണ്ടാക്റ്റിലുള്ളവർ മാത്രമേ എൻ്റെ ലാസ്റ്റ് സീനും അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽ സ്റ്റാറ്റസ് പോലും കാണാനുള്ള ഇത് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഞാൻ എൻ്റെ ഡി പി അല്ല, ഞാൻ DP റിമൂവ് ആണ്, എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ കാണാൻ, എൻ്റെ DP ഇല്ല അതിൽ. അങ്ങനൊരു ഗുണം കൂടി എനിക്ക് അന്നേരം ഉണ്ടായി. ഞാൻ അന്നേരം ഡിലീറ്റ് ആക്കിയല്ല, ഞാൻ DP ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ തലേദിവസം വിചാരിച്ചു കേട്ടോ വിഷുവിൻ്റെ ഫോട്ടോ ഇടണമെന്നൊക്കെ വെച്ചാൽ, എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഇട്ടില്ല, മറന്നുപോയി.
അപ്പോൾ ഞാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവനത് ഫോട്ടോ എടുക്കാം, പിന്നെ ഗാലറി ആക്സസ് ചെയ്യും, ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കും, എടുത്തിട്ട് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഗാലറി ആക്സസ് ചെയ്യാൻ എപ്പോഴും എനിക്കൊന്ന് അലോ കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ചെയ്യുള്ളൂ, ഇനിയും കൊടുത്തിട്ടുണ്ടാവുമോ നമുക്ക് ഒരു ഇതില്ല, ഉറപ്പില്ല. പെട്ടെന്ന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പതറി. പിന്നെ ഇതുകൂടെ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് പതറി, ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാകൊണ്ടാണ്. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരിയെ വിളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാനപ്പോൾ വിചാരിച്ച് ഈ അവരെ വിളിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം ഞാൻ പറയാം, ഞാൻ ഉൾപ്പെടെയുള്ളതാണ്. പെട്ടെന്ന് കേൾക്കുമ്പം അവരും കൂടി ഷോക്കാവും. ഇങ്ങനാണോ, എന്ത് ചെയ്യും, അത് നീ എന്തിനാ അങ്ങനെ ചെയ്തേ, അല്ല നീ എന്തിനാ അതിന് മറുപടി, അങ്ങനെ നമ്മളെയും കൂടെ പിന്നീട് അങ്ങ് ടെൻഷൻ എടുപ്പിക്കും. ഉൾപ്പെടെ അങ്ങനെയാണ്. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് എന്താ അറിയോ, എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചപ്പം എടുത്തില്ല. എൻ്റെ ജസ്റ്റ് ഒരു സുഹൃത്തിനെ തന്നെ വിളിച്ചത്, പക്ഷെ അവന് എടുത്തില്ല. അപ്പം കാരണം ആണുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യാമല്ലോ. അപ്പം അവനെടുത്തില്ല, ഫോൺ എടുത്തില്ല. അപ്പോൾ ഹസ്ബൻഡിന് വിളിക്കാൻ പറ്റത്തുമില്ല, പുറത്ത് ആണ് പുള്ളി. അതുമല്ല പെട്ടെന്ന് എന്താ അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെയും എൻ്റെയും സുഹൃത്തായ വേറൊരു ഫ്രണ്ടും കൂടിയുണ്ട്, അവൻ ദുബായിലാണ്. അപ്പോൾ അവൻ ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് അവന് പരിചയമുണ്ട്. ഞാൻ പിന്നീട് അപ്പോൾ ഇവൻ എടുത്തില്ല, പെട്ടെന്ന് ഞാൻ അവനെ വിളിച്ച് പെട്ടെന്ന് വീട്ടിൽ അന്നേരം അമ്മ ഇല്ല, പെട്ടെന്ന് പിന്നെ ഈ അമ്മ എന്നൊക്കെ അവരോട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. നമ്മൾ പിന്നെ ഇതൊക്കെ പറയണം, നമ്മളാദ്യം ഒന്ന് ഇതായിട്ട് വേണം പറയാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവനെ വിളിച്ചു. അതുകൊണ്ട് അവനെ വിളിച്ച് വാട്സപ്പിൽ തന്നെ കോൾ ചെയ്തു. അപ്പോൾ കോൾ ചെയ്തപ്പോൾ അവൻ അന്നേരം എടുത്തില്ല, അവന് എടുക്കാൻ പറ്റത്തില്ല, വാട്സപ്പ് കോൾ അലൗഡ് അല്ല, എനിക്ക് ബോട്ടിയുമില്ല. അപ്പം മെസ്സേജ് ചെയ്തു പെട്ടെന്ന്. അപ്പോൾ റിങ്ങിങ് ഉണ്ടാവും, സംസാരിക്കാൻ പറ്റില്ല, ദുബായിലാണല്ലോ. അപ്പം ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കറിയില്ല, അവരിതുകൂട്ട് ഇങ്ങനെ ചോദിക്കുന്നു, എമൗണ്ട് ചോദിക്കുന്നു 3000. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത് ചോദിക്കും. അപ്പം ഞാൻ അന്നേരം അതുപോലെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി എന്തിനാണ് കൊടുക്കേണ്ട ആവശ്യം. അപ്പം അവർ ചോദിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ ഇവനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനല്ല അവൻ അന്നേരം പറഞ്ഞു, ചേച്ചി ടെൻഷൻ അടിക്കാതെ, ചേച്ചി പാനിക് ആവരുത്, ചേച്ചി ടെൻഷൻ അടിക്കരുത്, ചേച്ചി ഒരു കാര്യം, എൻ്റെ ഒരു കൂട്ടുകാരിക്കും ഇതേപോലെ സംഭവം ഉണ്ടായതാണ്. അപ്പോഴാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന നമ്മൾ അറിയുന്നത്. അവളുടെ തന്നെ ന്യൂഡ് ഫോട്ടോയാണ് അയച്ചു കൊടുത്തത്, അതായത് അവളെ തന്നെ മോർഫ് ചെയ്ത് അയച്ചു കൊടുത്തു. പക്ഷെ വൈകുന്നേരം അവളത് വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് അവളുടെ ഒരു കോണ്ടാക്റ്റുള്ള ഒരാൾ കൂടി അയച്ചു. പക്ഷെ അവർക്കറിയാവുന്നതുകൊണ്ട് അവരത് മൈൻഡ് ചെയ്തില്ല, തന്നെ അങ്ങ് പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് എന്നാലൊരു പേടി, നമ്മൾ ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, പേടി. അപ്പോൾ ഇവനിങ്ങനെ എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇവൻ വാട്സപ്പിൽ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല, ഞാൻ വിളിച്ചു. അപ്പോൾ ഇവനോട് ചോദിക്കുന്നുണ്ട്, ഇവന് മനസ്സിലാവും, ഇവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഓൾറെഡി അന്നേരം ഇൻ്റർനാഷണൽ കോളിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാട്സപ്പിൽ നിന്ന് കോൾ ചെയ്യാൻ പറഞ്ഞു. അവൻ ഡയറക്റ്റ് എന്നെ വിളിച്ചിട്ട്, ചേച്ചി പേടിക്കണ്ട, ചേച്ചി ഒരു കാര്യം ചെയ്യും, 1930 നമ്പറുണ്ട് സൈബർ സെല്ലിൻ്റെ, ചേച്ചി അതിലൊന്ന് പെട്ടെന്ന് തന്നെ വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ടും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു 1930 എന്നുള്ള നമ്പർ. അപ്പോൾ സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അവൻ പറഞ്ഞ അപ്പം തന്നെ ഞാൻ വിളിച്ചു. ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു. മറ്റവന് റിപ്ലൈ ഒന്നും ഇനി കൊടുക്കണ്ട, വിളിക്കാൻ പറഞ്ഞു. ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പം ബിസിയായിരുന്നു. അപ്പോൾ സൈബർ സെല്ലിലെ നമ്പർ ബിസിയായിരുന്നു. 1 വിളിച്ചു, 2 വിളിച്ചു, 3 വിളിച്ചു, ബിസി. അപ്പോൾ 3ാമത്തെ വിളി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ച ഫ്രണ്ട് എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, അഥവാ പോകണ്ട ഞങ്ങളുടെയൊക്കെ അല്ലേ അയക്കൂ, ഞങ്ങൾക്കറിയാലോ, ഞങ്ങൾ ഓപ്പൺ ചെയ്യും. അന്നേരം എന്നോട് വഴക്ക് പറഞ്ഞു, നീ അറിയാത്ത ഈ ഫോണിൽ നിന്ന് വാട്സപ്പിൽ നമുക്കൊരു നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ ഹലോ മാഡം എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യണ്ട, അത് എടുക്കണ്ട, ഞാനൊക്കെ ആണെങ്കിൽ എടുക്കത്തില്ല, അത് കട്ട് ചെയ്ത് കളയും, നീ എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങ് വല്ലാതായിപ്പോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം മിണ്ടാതെ നിന്നപ്പോൾ ഇവന് മനസ്സിലായി ഞാൻ ഇതാണെന്ന്. അപ്പോൾ അന്നേരം നിന്നപ്പോൾ ഉണ്ടല്ലോ സൈബർ സെല്ലിൽ നിന്ന് തന്നെ വിളിക്കുന്നു. അപ്പോൾ എന്നോട് ഇവൻ പറഞ്ഞു, നീ ആ സ്ക്രീൻഷോട്ട് എനിക്ക് ഇട്ടതാന്ന് പറഞ്ഞു. ഞാൻ അത് അയച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക, സൈബർ സെല്ലിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സൈബർ സെല്ലിൽ നിന്ന് അവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഇങ്ങനെ 1930 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ ട്രൂ കോളർ ഉള്ളത് കൊണ്ട് അതിനകത്ത് നമുക്ക് വരുമല്ലോ. അപ്പോൾ ഇവർ തന്നെയാണോ അവരാണോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ 1930 എന്ന നമ്പറിലേക്ക് മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ബോധം വന്നു അവർ തന്നെയാണെന്ന്, സൈബർ സെല്ലിൽ നിന്ന്. അപ്പം അന്നേരം പറഞ്ഞു അത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു സംഭവം രാവിലെ ഉണ്ടായി, ഇങ്ങനെ ഫോട്ടോയൊക്കെ ഇട്ട് വന്നേക്കുന്നു അങ്ങനെയെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു ടെൻഷൻ അടിക്കാതെ ഞങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു എൻ്റെ നമ്പർ ചെന്നല്ലോ, ആ നമ്പർ വെച്ച് ചെക്ക് ചെയ്ത് കാണും ഇവർ. ചെക്ക് ചെയ്തിട്ട് ഇവർ പറഞ്ഞു എത്ര രൂപ അങ്ങനെ അക്കൗണ്ടിൽ കയറി. ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിലായിട്ട് അങ്ങനെ എമൗണ്ട് കയറിയതായിട്ട് ഞാൻ കണ്ടില്ല. ഇല്ല കയറി നിങ്ങൾക്ക് മെസ്സേജ് വരുമല്ലോ. അപ്പോൾ പറഞ്ഞ് ഇട്ട് കൊടുക്കണ്ട, നമ്മൾ ഈ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ഓൾറെഡി ഇത് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വാട്സപ്പിൽ ഈ നമ്പർ ഉള്ള കോണ്ടാക്റ്റിലുള്ള അടുത്ത് വിളിച്ച് 2-3 ആൾക്കാർ ഉണ്ടാവുമല്ലോ, നമ്മൾ എല്ലാവരെയും വിളിക്കുന്നില്ല, ആ നമ്പർ മാത്രം നമ്മൾ കൂടുതൽ കോണ്ടാക്റ്റ് ഉള്ളവരെ മാത്രമേ ഇവരാദ്യം ചെയ്യുന്നു. അപ്പോൾ അവരെ വിളിച്ചിട്ട് സ്ത്രീകളോട് പറയണം, പെൺകുട്ടികളുണ്ടല്ലോ അവരോട് പറയണം അവരുടെ DP വാട്സപ്പിൽ DP ഒരു കുറച്ച് നാളത്തേക്ക് DP മാറ്റാൻ പറയണം. ശരി പറയാം. അതിനുശേഷം പറഞ്ഞു അവരോട് പറയണം ഇങ്ങനെയുള്ള ഈ കോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രൂ കോളറിൽ അറിയാൻ പറ്റും, വന്നു കഴിഞ്ഞാൽ സ്പാം അറിയാം, അതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പറയാം. പിന്നെ പറഞ്ഞു പൈസ നമ്മൾ എടുത്തത് പോലും ആണെങ്കിൽ പോലും തന്ന പോലെയാണ് തിരിച്ചെയ്ത് ലോൺ തട്ടിപ്പുള്ളൊരു ആപ്പാണ്, തിരിച്ചടയ്ക്കണ്ട, പൈസ ഒന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട, വാട്സപ്പ് എന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യും, ഒരു 2-3 ആഴ്ചത്തേക്ക് ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ നിയമപരമായിട്ട് പറഞ്ഞല്ലേ, നമ്മളത് തന്നെ. ഞാൻ പക്ഷേ ഇന്നലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തു, ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇനി ഏതെങ്കിലും തരത്തിൽ കോള് വന്നാൽ ഞങ്ങളെ വിളിച്ചറിയിക്കാൻ പറഞ്ഞു. ശരി, പിന്നെ കോളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. കോൾ വന്നാൽ ഞങ്ങളെ വിളിച്ച് ആ നമ്പർ അറിയിച്ചാൽ മതി, എപ്പോഴും ഹെൽപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം ഞാൻ വിളിച്ചപ്പോൾ ബിസി ആയിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് വെറുതെ ആവും, ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് മാത്രമായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷനുണ്ട്. പക്ഷെ അല്ല കേട്ടോ, അവർ തിരിച്ചു വിളിച്ചു. എത്രയായാലും നമുക്ക് സുരക്ഷയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് വന്നു. അത് പിന്നെ എനിക്ക് അതൊരു ഇവരും എന്നോട് പറഞ്ഞു അവരയക്കേട്ട് നിനക്കെന്ത് വേണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ശരി അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് എനിക്കൊരു ധൈര്യം വന്നു. കാരണം അത് കണ്ടറിയാം നമ്മളല്ല എന്നുള്ളത് എന്തായാലും അവർക്കും മനസ്സിലാവും. അപ്പോൾ പിന്നെ അതിൽ പ്രശ്നമില്ല, നമ്മുടെ ശരീരമൊന്നുമല്ല, നമ്മുടെ ഒരു മോഹം, അത് നമ്മളെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും ഉറപ്പായിട്ടും. അപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ ഈ വിവരം പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അവരും കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിൽ ഫോൺ എടുക്കുന്നു, അവർ ഈ പറഞ്ഞ പോലെ അറിയുന്നില്ല, അതും ഇതുമൊക്കെ നോക്കും, അങ്ങനെ പോവും. അപ്പം പക്ഷെ നമുക്കാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ആ കുഞ്ഞുങ്ങൾ പോലെ മനസ്സിലാക്കി. ഞാൻ ഈ സ്ക്രീൻഷോട്ട് സത്യത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തു, പെൺകുട്ടികളാണ് ഞാൻ കാണിച്ചു. അതുകൊണ്ട് മക്കളെ ഇതിൽ ഒന്നും ചെന്ന് പെടല്ലേ, ചിലപ്പോൾ എന്താ സംഭവം എന്ന് പറയാം, അവർ ധൈര്യമുള്ളവരാണെങ്കിൽ പിടിച്ച് നിൽക്കും, പക്ഷെ അല്ലാത്തവരാണെങ്കിൽ എന്താണെന്നറിയാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനപ്പോൾ പെട്ടെന്ന് അത് കേട്ട ഉടനെ ഞാൻ ആ ബുദ്ധിപരമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാതെ, അല്ലെങ്കിൽ ഞാൻ ഇവരെ ഒന്നും വിളിക്കാതെ, ഞാൻ അപ്പോൾ ഇവരെ വിളിച്ച് ഞാൻ സൈബർ സെല്ലും വിളിക്കാതെ ഞാൻ പെട്ടെന്ന് അയ്യോ ഇങ്ങനെ ചെയ്യും, എൻ്റെ ഈ പൈസ ഇല്ല, ഞാൻ ഇപ്പം തന്നെ ഇത് വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ കണ്ട വല്ല എടുത്ത് ഉപയോഗിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്കും പോയി. ഈ വിളിച്ചവന് വല്ല നഷ്ടമുണ്ടോ, നമ്മുടെ ജീവൻ വല്ലയിടത്തും കിടക്കുന്ന അവന്മാർക്ക് പോയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം, എന്താണ് പ്രിയ എന്നുള്ളത് അവർക്കറിയാം. എൻ്റെ പേര് പ്രിയ എന്നാണ്, അവർക്കറിയാം. അതുകൊണ്ട് പിന്നെ തെറ്റിദ്ധരിക്കുന്നവർ ധരിക്കട്ടെ, നമുക്ക് നമ്മളെ അറിയാമല്ലോ എന്നുള്ളൊരിതാണ്. ഇതിൽ തെറ്റിൽ ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിക്കുമ്പോഴും സ്പാം കോൾ വരുന്നുണ്ട്. അപ്പം ഞാൻ സ്പാം ആക്കി, ട്രൂ കോളറിൽ നേരത്തെ ആക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ റീഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പം അതിൽ ഞാൻ കുറച്ച് ഈ നമ്പേഴ്സ് ഈ നമ്മുടെ ട്രൂ കോളറിൽ നമ്മുടെ പ്രൊഫൈലിൽ ഞെക്കുമ്പോൾ തന്നെ താഴെ ഇങ്ങനെ വരും, നമ്മുടെ സ്പാം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരും. നമ്മൾ ബ്ലോക്ക് ചെയ്ത് ചില നമ്പേഴ്സ് കാണും, അല്ലാതെ ഈ കൺട്രി കോഡിൻ്റെ ഉണ്ട്. അത് കൂടുതലും ചൈനീസും ചൈന പിന്നെ അങ്ങനെ പാകിസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള ബംഗ്ലാദേശൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് കഴിഞ്ഞാൽ ആ കോഡൊക്കെ നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്യുക.
പിന്നെ നമുക്ക് സ്പാമായിട്ടുള്ള ഫ്രോഡ് പിന്നെ ഒരു ഇത് കൊടുക്കും നമുക്ക് ഏതൊക്കെ കോള് ഫ്രോഡ് സ്പെല്ലിങ് വ്യത്യാസം കാണും. FRAUD ചെയ്തിട്ടേക്കുന്നതാണ്, FROUD ഉണ്ട്. ഫ്രോഡ് പിന്നെ സ്പാം ഇതൊക്കെ നമുക്ക് ബ്ലോക്കാക്കി ഇടാം. പക്ഷേ അപ്പം ഞാൻ അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ശരി ഇങ്ങനെ ഒരു ആപ്പ് കിടക്കുന്നു. ഞാൻ അപ്പം സൈബർ സെല്ലിൽ എന്ന് പറഞ്ഞു ഒന്ന് നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരോട് പറയുക, അവരുടെ സ്ത്രീകളോട് പറയുക അവരുടെ DP മാറ്റാൻ. സ്ത്രീകളെല്ലാവരോടും പറയണ്ട, കുറച്ച് ഇതിന് പറയാം. അപ്പം അതിനകത്ത് എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളോട് പറഞ്ഞു. പിന്നെ ബാക്കി കുറച്ച് പേരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നവരോട് അവർ എല്ലാവരോടും നമുക്ക് വിളിച്ച് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ വാട്സപ്പ് അവരെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഒരു ആപ്പുണ്ട്, ആപ്പിൽ നമ്മൾ മറ്റേ എന്താ കംപ്ലൈൻറ്റ് പോലൊരു സാധനമുണ്ട്. അപ്പോൾ അതിൽ കേട്ട് പറയാം ഇങ്ങനെ ഞാൻ ചെയ്തു, സൈബർ സെൽ ചെയ്തു, എനിക്ക് നിങ്ങൾ പൈസ തരാൻ സൗകര്യമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഇച്ചിരി ഹാർഷായിട്ട് അവർക്ക് മെസ്സേജ് ഇടുക. മെസ്സേജ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു. ഇനി നമുക്ക് നമ്മൾ എന്താ പറയുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഒരു പയ്യൻ മരിച്ചു, അതേപോലെ ഓരോരുത്തർ ഇപ്പം ഇന്ന് ഞാൻ യൂട്യൂബിൽ തന്നെ ഉണ്ടായിരുന്നു, ആ പയ്യൻ മരിച്ച് കുറച്ച് അകലെയായിട്ട് വേറൊരു പയ്യന് ഇതേ ലോൺ ആപ്പിൻ്റെ പ്രശ്നത്തിൽ മരിച്ചിട്ടുണ്ട്. ശരിയാണ്, പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്തു പോകും. ഞാനായാലും അതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആവരുത്. നമുക്ക് അപ്പം നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയച്ഛൻ ഇവരെയൊക്കെ അങ്ങ് ഓർത്താൽ മതി. ഓർത്തിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ, കാരണം അവർക്കറിയാം. ഞാൻ പിന്നെ എൻ്റെ അമ്മയോട് പറഞ്ഞു, പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ആൾക്കാരോട് ഞാൻ പറഞ്ഞു. അവരൊക്കെ എല്ലാം പറയുമ്പോഴാണ് ഓരോരുത്തർക്ക് ഇങ്ങനെയുള്ള അനുഭവം വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അപ്പം ടെൻഷൻ കൊണ്ട് പെട്ടെന്ന് എടുത്തി അടിയൊന്നും ആരും ചെയ്യരുത്. ഇങ്ങനെയുള്ള നമ്മുടെ അടുത്ത സുഹൃത്ത്, നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ കാണുമല്ലോ, ഫ്രണ്ട്സായിട്ടുള്ള ആൺകുട്ടികൾ കാണും, അവരോട് പറയുക. ഇപ്പം നമുക്ക് ധൈര്യം തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഞാൻ ഇതിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, 1930 എന്നുള്ള നമ്പറിൽ വിളിക്കുക. എന്തിതായാലും എന്ത് പ്രശ്നമായാലും അതിൽ വിളിക്കുക, അവരോട് കാര്യം പറയാം. അവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും, വിളിച്ച് പറഞ്ഞാൽ മതി, രജിസ്റ്റർ ചെയ്യും. നമ്മളൊന്നും പേടിക്കേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ആപ്പിൻ്റെ ഇത് ഞാൻ പ്ലേ സ്റ്റോറിൽ നോക്കി കേട്ടോ. പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പം ഇങ്ങനൊരു ആപ്ലിക്കേഷനേ ഇല്ല. അപ്പം പ്ലേ സ്റ്റോറിൽ ഏകദേശം എനിക്ക് തോന്നുന്നു RBI ഇതായിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ലോൺ ആപ്പേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നല്ല ആപ്പാണ്, ക്രെഡിറ്റ് ബി ഒക്കെ ആപ്പുകളാണ്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ക്രെഡിറ്റ് ബി, ട്രൂ ബാലൻസ് ഇതൊക്കെ നല്ല ആപ്പുകളാണ്, അതൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് ഉപകാരം ചെയ്യും. അപ്പം അതൊക്കെ പക്ഷേ 7 days ലോൺ ആപ്പാണ് പ്രശ്നം. അത് പിന്നെ ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ എടുത്തിട്ട് മൈൻഡ് ചെയ്യാതെ വിട്ടവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് പേടിച്ച് ഇനിയിപ്പം 7 അയലത്തൂടി പോയാൽ പോലും ഞാൻ ഇതൊന്നും തൊടുക പോലും ഇല്ല. നമ്മൾ തൊടുകയില്ലെന്നല്ല, നമ്മൾ ശ്രദ്ധിക്കുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനോ ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അറിയാതെ അത് ചിലപ്പോൾ അവിടെ ഇൻസ്റ്റാളായി പോകുന്നുണ്ടായിരിക്കും. നമ്മൾ വീഡിയോസും കണ്ടു പോകുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊന്നും പോകാതിരിക്കുക, ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പിന്നെ പേടിക്കണ്ട. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിനുള്ള മോട്ടിവേഷൻ, പേടിക്കേണ്ട, സൈബറിൻ്റെ ഭാഗത്തു നിന്നായാലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട. അവർ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യം ഉണ്ട്. പിന്നെ എന്ത് വന്നാലും മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇത് പറയണം എന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ ഏത് രീതിയിൽ എടുക്കുമെന്നൊക്കെ ഉള്ളൊരു ഭയം കാരണം ഞാൻ കുറച്ചൊന്ന് ആലോചിച്ചു. കാരണം യൂട്യൂബല്ലേ, ഒരുപാട് ആളുകൾ കാണുന്നതാണ്, അവരേത് രീതിയിൽ എടുക്കും എന്താണെന്നൊക്കെ ഉള്ളൊരു പിന്നെ വെച്ചാൽ ഏത് രീതിയിൽ എടുത്തോട്ടെ, പല കമൻറ്റും വരുമായിരിക്കും, നല്ലതും വരും ചീത്തയും വരും, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ മുൻകൂട്ടി പറഞ്ഞാണ്. പ്രശ്നങ്ങൾ വന്നാൽ ആരും പേടിക്കേണ്ടതില്ല, ധൈര്യമായിട്ട് തിരിച്ച് നല്ല മറുപടി അങ്ങ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ 1930 എന്ന നമ്പർ നമ്മുടെ സൈബർ സെല്ല് നമ്മുടെ കൂടെ ഉണ്ട്. തിരുവനന്തപുരമാണ് സൈബർ സെല്ല് നമ്മുടെ കൂടെ ഉണ്ട്, പേടിക്കേണ്ട. അവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തോളൂ.
ഇങ്ങനെയുള്ള കോൾ വരുന്നുള്ള ശല്യമാണെങ്കിൽ നമ്മൾ വീണ്ടും അവരോട് പറയാം. അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. നന്ദി. എല്ലാവരും അവരുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പം നന്ദി. താങ്ക് യു. നല്ല ദിവസമായിരിക്കട്ടെ.